തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ബാക്കിപത്രമായി ബാലൻസ് കിടക്കുന്ന ഏതാനും ലോക്കൽ ബോഡി ഉപതെരഞ്ഞെടുപ്പുകൾ, പഞ്ചായത്തും വാർഡ് മുനിസിപ്പൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ രാഷ്ട്രീയ ചിന്തകളുടെ മുഴുവൻ ശ്രദ്ധ ആകർഷിച്ച ഒരു തെരഞ്ഞെടുപ്പ് വിഴിഞ്ഞമാണ്. വിഴിഞ്ഞത്തിന് പല പ്രാധാന്യങ്ങളുണ്ട്. BJP ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ പറയുന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഇവരെ നടപ്പാക്കി ആ ഏരിയ മുഴുവൻ അവരുടെ കസ്റ്റഡിയിലായെന്ന് ധൈര്യത്തോടെ പറയുകയും അടുത്ത പാർലമെൻറ്റ് ഇലക്ഷന് വിജയിക്കാൻ പറ്റത്തക്ക ഒരു പശ്ചാത്തലം ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പിൽ, ബൈ ഇലക്ഷനിൽ BJP സ്ഥാനാർത്ഥി വളരെ ദയനീയമായി പുറകിൽ പോയി. അതിന് എന്താണ് എൻ്റെ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ്? അതായത് വിഴിഞ്ഞത്ത് പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി അതിൻ്റെ പേരിൽ വലിയ വോട്ട് കിട്ടും എന്നുള്ളതല്ല ഇതിൻ്റെ അകത്ത് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു നഗരസഭ BJP പിടിച്ചിരിക്കുകയാണ്. അവർ 50 സീറ്റോടുകൂടി പിടിച്ച്, കൂടാതെ സ്വതന്ത്രന്മാരുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ശ്രീലേഖ IPS ഇടഞ്ഞു നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നടന്ന ഇലക്ഷൻ അവർക്ക് കെട്ടിവെച്ച പൈസ പോയി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അതായത് വിഴിഞ്ഞത്ത് നടന്ന വോട്ടെടുപ്പിൽ 2900 വോട്ടോടുകൂടി UDF ആണ് മുന്നേറിയിരിക്കുന്നത്. 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന UDF, അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFന് കിട്ടിയിരിക്കുന്നത് 19 സീറ്റായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു സീറ്റ് നേടിയെടുത്തു. LDFനെക്കാളും കയറി BJP ഏറ്റവും ജയിക്കുന്ന സ്ഥലമാണ് വിഴിഞ്ഞത്ത്. ഈ സന്ദർഭത്തിൽ അവർക്ക് എല്ലാ തരത്തിലും അനുകൂലമായ തരംഗമുണ്ടെന്ന് അവിടെ ഭരണത്തിൽ വന്ന ശേഷം ഉണ്ടായ, അതായത് അവർ നഗരസഭ പിടിച്ചിരിക്കുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ട് നാഷണൽ ലെവലിൽ ക്യാമ്പയിൻ നടന്നിരിക്കുകയാണ്. അവർ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മിനിമം 10 സീറ്റ്, മിനിമം 36 സീറ്റിൽ ആണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൽ 15 സീറ്റ് അവർ പിടിച്ചെടുക്കുമെന്നുള്ള ഒരു ധാരണ പറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ തിരുവനന്തപുരത്ത് ഏകദേശം 5 നിയമസഭാ സീറ്റ് പിടിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ അമിത്ഷാ വന്ന് ഇന്നലെ പരിപാടി, എവിടെ വലിയ ഫംഗ്ഷനൊക്കെ നടത്തി, മോഡിയെ കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവത്തിൽ കെട്ടിവെച്ച പൈസ പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഈ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം വിഴിഞ്ഞത്തെ ഇലക്ഷൻ ട്രെൻഡ് പ്രകാരം, അവിടുത്തെ റിസൾട്ട് പ്രകാരം 2902 വോട്ടാണ് LDFന് കിട്ടിയത്. അതേ സമയത്ത് UDFന് കിട്ടിയത് 3000-ഓളം വോട്ടുകളാണ്. BJP കിട്ടിയത് 300 വോട്ടേ ഉള്ളൂ. അതിനർത്ഥം എന്താ? BJPയിലെ അണികളടക്കം, LDFയിലെ അണികളടക്കം UDFിലെയും വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. 15%, അതായത് ഇന്റലിജൻസ് റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിന്റെ 15%-ഓളം വോട്ട് UDFിലേക്ക് പോകും. അതേപോലെ BJPയുടെ 10% വോട്ട് UDFിലേക്ക് പോകുമെന്നാണ്. ഭരണം പിടിച്ചിട്ടും തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷൻ BJP പിടിച്ചിട്ടും അവിടെയുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായി UDFിലേക്ക് മാറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. തിരുവനന്തപുരത്ത് 10 സീറ്റ് ഉറപ്പ് എന്നാണ് പറയുന്നത്. പിന്നെ 4 സീറ്റ് നമ്മൾ BJPക്ക് ഇന്നത്തെ സാഹചര്യം ഇട്ടുകൊടുത്താണ് ഡിസ്കൗണ്ട്. പക്ഷെ ആ 4 സീറ്റും പോയി 14 സീറ്റും UDF പിടിച്ചെടുക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വിഴിഞ്ഞത്ത് ഉണ്ടായ തിരിച്ചടി. അതായത് LDF 2-ാം സ്ഥാനത്ത്, 3-ാം സ്ഥാനത്ത് കെട്ടിവെച്ച പൈസ പോയി. ഒരു മാസമായിട്ടില്ല ഇലക്ഷൻ റിസൾട്ട് വന്നിട്ട്. വേറെ പ്രത്യേകതയുണ്ട്. UDFിൻ്റെ മുറയിൽ ഏറ്റവും കുറഞ്ഞു നിൽക്കുക. കാരണം 19 സീറ്റേ കിട്ടിയുള്ളൂ. 25 പ്രതീക്ഷിച്ചിരുന്നവർ ആ 19 സീറ്റ് കിട്ടിയ മുറയിൽ കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ബൈ ഇലക്ഷൻ ജയിക്കാൻ സാധ്യതയില്ലാത്തതാണ്. പക്ഷെ അവിടെയും UDF ജയിച്ചു. അല്ല, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത സന്ദർഭത്തിൽ, അതേപോലെ ഏറ്റവും പ്രധാനം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്ത് BJP മുന്നിൽ നിൽക്കുന്ന അന്തരീക്ഷത്തിൽ അവർ കേരളം പിടിച്ച പോലെയാണ്, കേരളത്തിലെ മുഖ്യമന്ത്രിയായ പോലെയാണ് മേയർ നടക്കുന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ കേരളം മുഴുവൻ BJPക്ക് ഭയങ്കര ട്രെൻഡ് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ തിരുവനന്തപുരം ജില്ല അവർ തൂത്തുവാരും അതിനുള്ള പ്രവർത്തനം നടക്കുമെന്ന് പറയുന്ന സന്ദർഭത്തിൽ എല്ലാം കൊണ്ടും നിൽക്കുന്ന സന്ദർഭത്തിലാണ് UDF ഇവിടെ വൻ വിജയം നേടിയത്. അതിൻ്റെ അർത്ഥം തിരുവനന്തപുരം ജില്ലയും ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF മൊത്തം സീറ്റുകൾ അടിച്ചുകൊണ്ടുപോകുന്നതാണ്. നമ്മൾ നേരത്തെ കണക്കൂട്ടിയ പ്രകാരം ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് എന്താണ്? തിരുവനന്തപുരത്ത് 10 സീറ്റ് വരെ 10-14 സീറ്റ് വരെ UDFന് കിട്ടും. ഞാൻ നിലപാടട്ടെ. PV രാജേഷിനെ ഇതാകുന്നതിന് മുമ്പ് ശ്രീലേഖയാണ് കോർപ്പറേഷൻ മേയറായിട്ട് അവർ നിശ്ചയിച്ചിരുന്നത്. രാജേഷിനെയാണ് മേയറായിട്ട് നിശ്ചയിച്ചിരുന്നതെങ്കിൽ ഇത്രയും സീറ്റ് BJP കിട്ടിയില്ലായിരുന്നു എന്നാണ് ഒത്തിരി പേര് പറഞ്ഞതാണ്. ധാരാളം ആൾക്കാർ പറഞ്ഞതാണ്. രാജേഷാണ് സജീവ കേഡറായ രാജേഷ് വന്നിരുന്നെങ്കിൽ ഇത്രയും സീറ്റ് കിട്ടില്ലായിരുന്നു. ശ്രീലേഖയുടെ
മധ്യസ്ഥ റോൾ ഉള്ളതുകൊണ്ടാണ് ഇത്ര വോട്ട് കിട്ടിയത്. അതിവിടെ ഫലത്തിൽ പ്രൂവ് ചെയ്തു. അതായത് തിരുവനന്തപുരത്തെ പറ്റി സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ശശി തരൂർ അവിടെ വിജയിക്കുന്നു, എന്നാൽ നിയമസഭാ ഇലക്ഷനിൽ മുഴുവൻ LDF വിജയിക്കുന്നു. അക്കാഡമിക് ആയിട്ട് പ്രാധാന്യമുള്ള, ഭരണതലത്തിൽ പ്രാധാന്യമുള്ള, IPS തലത്തിൽ പ്രവർത്തിച്ച ഒരു സമൂഹത്തിൽ മാന്യത ഉണ്ടാക്കിയെടുത്ത ഒരാളെ കൊണ്ടുവച്ചപ്പോൾ അവിടെയുള്ള ആളുകൾ BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായി എന്ന് നമ്മൾ കണക്കൂട്ടാം. അത് ഏത് പാർട്ടിയുടെ ആളായാലും ശരി. സുരേഷ് ഗോപിയെ തൃശ്ശൂർ വിജയിച്ചപ്പോലെ തിരുവനന്തപുരത്ത് ശ്രീലേഖയെ വെച്ചപ്പോൾ, ശ്രീലേഖ എന്താണെന്ന് നമുക്ക് അറിയുള്ളൂ, ശ്രീലേഖ ഭൂലോക തട്ടിപ്പുകാരിയാന്നുള്ളത് നമുക്കറിയാം. അവരിപ്പോൾ കോൺഗ്രസിലേക്ക് പോകുന്നു എന്നുള്ള ട്രെൻഡ് നമ്മൾ പുതിയ വാർത്തകൾ വരുന്നുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് അതുകൊണ്ടാണ് ഒരു നേട്ടം BJPക്ക് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് തെളിയുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ്റെയോ രാജേഷിൻ്റെയോ അല്ലെങ്കിൽ സുരേന്ദ്രൻ്റെയോ മുരളീധരൻ്റെ കഴിവല്ല തിരുവനന്തപുരത്ത് ജയിക്കുന്നതിന് കാരണം. ശ്രീലേഖയെ മുന്നിൽ നിർത്തി നടത്തിയ ഒരു മുഖച്ഛായ മാറ്റിക്കൊണ്ടുള്ള ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ രാഷ്ട്രീയമല്ല വികസനമാണ്, പിന്നെ ഭരണതലത്തിൽ കഴിവുള്ള ഒരാളെയാണ് ഞങ്ങൾ മുന്നിൽ നിർത്തി വർക്ക് ചെയ്യുന്നത് എന്നുള്ള ട്രെൻഡ് പ്രകാരം തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ജയിച്ചത് എന്നുകൂടി ഈ ഇലക്ഷൻ റിസൾട്ട് പ്രകാരം കരുതാം. രണ്ടാമത്തെ കാര്യം, തിരുവനന്തപുരം ജില്ല മൊത്തം BJP തകർന്നപ്പോൾ, എവിടെയും ഒരു സ്ഥലത്തും വിജയിക്കാതിരുന്നപ്പോൾ ഇവിടെ മാത്രം കോർപ്പറേഷനിൽ പിടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു കാരണമായിട്ടുണ്ട് എന്ന് ഒന്ന് വിലയിരുത്താം. രണ്ട്, ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നോക്കണ്ട, ആ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിന്റെ 15% വോട്ട് UDFിലേക്ക് പോകും LDF എന്ന്, പിന്നെ 10% BJPയുടെ വോട്ട് UDFിലേക്ക് പോകും. അത് എന്തുകൊണ്ടാണ് അറിയോ? UDFിനോടുള്ള താല്പര്യമല്ല, ഭരണത്തിൽ വരാൻ ഇപ്പോഴത്തെ ട്രെൻഡ് പ്രകാരം, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രകാരം കേരളത്തിൽ UDFിനാണ് സാധ്യത. അവർക്ക് 80-85 സീറ്റുകളിൽ നേട്ടമുണ്ട്. ആ കിട്ടിയ വോട്ടിന്റെ 15% UDFിനും 15% LDFിനും 10% UDFിനും പോകും എന്ന് പറയുന്നത് വെറുതെ പറഞ്ഞതല്ല. ഇവിടെ നോക്കുമ്പോൾ 10%അല്ല, 30-40% UDFിന്റെ അല്ല BJPയുടെ വോട്ട്, 50%-ഓളം BJPയുടെ വോട്ടാണ് കിട്ടേണ്ട വോട്ട് UDFിന് പോയത് കൊണ്ടാണ് ഈ വിജയം ഉണ്ടായിട്ടുള്ളത്. റിബൽസ് ഉണ്ടായിരുന്നു, UDFിനും LDFിനും റിബൽസ് ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ഈ വെടിഞ്ഞത്ത് റിബൽ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അവിടെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ BJP വോട്ട് BJPന്റെ വോട്ട് UDFിലേക്ക് ഒഴുകിയിരിക്കുന്നു. എന്തുകൊണ്ട്? ഒറ്റ കാര്യമുള്ളൂ, അവർ സാധാരണ BJP പ്രവർത്തകർ പോലും ഭരണമാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. പിണറായി വിജയൻ പോകണമെങ്കിലും അതുകൊണ്ട് UDF അടുത്ത തവണ BJP അണികളുടെ വോട്ട് UDFിനാണ് കിട്ടാൻ പോകുന്നത്. ഇവിടെ ഒരൊറ്റ BJPക്കാരും വിജയിക്കാൻ പോണില്ല ഈ അവസ്ഥയിൽ. കാരണം ജനങ്ങൾ വെറുത്തിരിക്കുന്നു, അറപ്പോട് കൂടിയിട്ട് ഈ ഗവൺമെന്റ്. BJPയോടുള്ള വെറുപ്പിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനുമായിട്ടുള്ള നല്ല ബന്ധമാണ് ജനങ്ങൾ ഇഷ്ടപ്പെടാത്തത്. അതായത് BJP ഇവിടെ പിണറായി വിജയനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. BJP പിണറായിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തത് എന്നുള്ളത് വിശ്വാസമുണ്ട്. 16 വാർഡുകളിൽ BJPയെ വിജയിപ്പിച്ചുള്ള പിണറായി വിജയനാണ്. അതുകൊണ്ട് BJP അണികൾ എന്ത് ചെയ്തു? ആ പണി ഇവിടെ വേണ്ട, ഞങ്ങൾ തോൽപ്പിച്ച് BJP നേതാക്കൾ ഇവിടെ നിന്ന് ഓട്ടിച്ചു തരാം എന്നുള്ളതിന്റെ സൂചന കൂടിയായിട്ട് നമുക്ക് കണക്കൂട്ടാം.